ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وعلى آله. صلاة وسلاما عليك يا رسول الله صلى الله تعالى عليك وسلم. الحمد لله. മഹാനായ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു അസ്സയ്യിദ് ഹസൻ സഖാഫ് അൽ ഹളറമി റളിയല്ലാഹു അൻഹു മറ്റു ഇവിടെ മൺമറഞ്ഞു കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ നടത്തിവരാറുള്ള ഉറൂസിന്റെ സുപ്രധാനമായ വേദിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ വേദിയെ ധന്യമാക്കി നമ്മോട് സംസാരിക്കേണ്ട ആദരണീയരായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി ഉസ്താദ് അവരുകൾ നമ്മുടെ വേദിയിലിരിക്കുകയാണ്. വളരെ അകലെ നിന്നും ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഉസ്താദിനെ നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യം എന്ന് കണക്കുകൂട്ടി മഹാന്മാരുടെ പൊരുത്തം പ്രതീക്ഷിച്ച് ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്ന ഈ നാട്ടുകാരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ നീട്ടി പരത്തി ഉസ്താദിനെ കുറിച്ച് നിങ്ങളോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്കിടയിൽ വളരെ സുപരിചിതനും നമ്മെ തൊട്ടുണർത്തുന്ന ഒരുപാട് സന്ദേശങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരുപാട് കാര്യങ്ങൾ ദൈനംദിനം ഓൺലൈനിലായും മറ്റും ഉസ്താദിൽ നിന്നും നാം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഹസൻ സഖാഫ് അൽ ഹളറമി റളിയല്ലാഹു അൻഹു ഇവിടെ മൺമറഞ്ഞു കിടക്കുന്ന നാം അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് മഹാന്മാർ, അവരൊക്കെയും ഈ നാടിനെ ഇത്തരത്തിലുള്ള ഒരു ദീനി ചൈതന്യമുള്ളൊരു നാടാക്കി മാറ്റുന്നതിൽ അവരുടെ വലിയ ശ്രമം, ആ ശ്രമങ്ങളെയൊക്കെ തിരിച്ചറിയുകയും അവര് പ്രവേശിച്ച സുലൂക്ക്, ആ വഴിയെ തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സാധ്യമാവുന്നോ അതൊക്കെയും പകർത്തുമ്പോഴാണ് ഈ ഉറൂസിന്റെ സത്ത നമ്മളിലേക്ക് എത്തിച്ചേരുന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഉറൂസ് കൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നുള്ളത് മാർക്കറ്റുകൾ എന്നും നമുക്ക് ലഭിക്കും. മഹാന്മാരുടെ സന്തോഷ നിമിഷത്തിൽ അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് ഇത്തരത്തിൽ മറ്റൊരവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ എന്നുള്ളത് നമ്മെ ആരും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട വിശ്വാസികളെ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ വാക്കുകൾ ചുരുക്കാം. അശദ്ദുന്നാസി ഹസ്റതൻ യൗമൽ ഖിയാമ റജുലുൻ അംകനഹു തലബുൽ ഇൽമി ഫിദ്ദുനിയ വലം യത്ലുബുഹു. അന്ത്യദിനത്തിൽ മഹ്ശറിൽ വളരെ വിരലുകടിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. അവരാരെന്ന് വെച്ചാൽ അവർ ഇൽമ് പഠിക്കാനുള്ള അവസരങ്ങൾ അവരുടെ മുന്നിൽ തുറന്നു വെച്ചപ്പോഴും അവർക്ക് അതിന്റെ മധുരം അനുഭവിക്കാൻ കഴിയാത്ത പോയല്ലോ എന്നുള്ള ടെൻഷനിലാണ് ആഖിറത്തിൽ വളരെ പ്രയാസപ്പെടുന്ന ഒരു നിമിഷം നമ്മെ തേടി വരേണ്ടത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് മഹാന്മാരെ തിരിച്ചറിയാനും ഈ മഹാന്മാരുടെ വഴികൾ തിരിച്ചറിയാനും മഹാനായ ഉസ്താദിന്റെ വായിൽ നിന്ന് ഒരുപാട് നല്ല അറിവുകൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഉസ്താദിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല. വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ്. ചെറിയ പ്രായം കൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ മഖ്ദൂമിയ, ഖാദിസിയ, ത്വയ്ബ അടക്കമുള്ള വ്യത്യസ്തങ്ങളായ സ്ഥാപന സംരംഭങ്ങൾ നടത്തുന്നതോടൊപ്പം അതിൽ സ്ഥാപനം നടത്തുക എന്നതിനപ്പുറം ഒരുപാട് ആളുകൾക്ക് ദർസ് നടത്തി കൊടുക്കുന്നതിനിടയിൽ പതിനായിരങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപ്രഭാഷണം കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കിയ ഉസ്താദാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഉസ്താദ് ഓരോ ദിവസവും എഴുതുകയാണ്, പറയുകയാണ്, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾക്കറിയാം, ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ ഇരുത്തി മുഖസ്തുതി പറയുകയല്ല. എന്നെ പോലെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സമയം എത്ര കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന ഖബൂലിയത്തിന്റെ ഒരു ഉദാഹരണമാണ് ഉസ്താദ് എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആക്ഷേപത്തിന്റെ സ്വരത്തിൽ ഒരു സംസാരം വന്നപ്പോൾ അതിനെതിരെ റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയല്ല ഉസ്താദ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചത്. ഇന്ന് 1408ാമത്തെ ദിവസമാണ്. ആ വാക്ക് പറഞ്ഞതിന് ശേഷം ഉസ്താദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദൈനംദിനം നമ്മളിലേക്ക് ആ എഴുത്തുകൾ എത്തിച്ചേരുകയാണ്. ഉസ്താദിനോട് ഈ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, ഉസ്താദ് തന്നെയാണോ അതൊക്കെ എഴുതുന്നുള്ളത് എന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെയാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. വലിയൊരു തൗഫീഖാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രം സപ്തദിനവും മറ്റുമായി പ്രഭാഷണങ്ങൾ ദൈനംദിനം നടക്കുന്നതിനപ്പുറം ഓരോ ദിവസവും പുതിയ ജനറേഷനോട് എങ്ങനെ സംസാരിക്കണമെന്നുള്ള കൃത്യമായ ധാരണ ഉസ്താദിനുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള എഴുത്തുകൾ വരുന്നുള്ളത്. അത് മലയാളത്തിൽ മാത്രമല്ല, കന്നഡയിൽ മാത്രമല്ല, ബാംഗ്ലയിൽ മാത്രമല്ല, ഇംഗ്ലീഷിൽ മാത്രം അല്ല, ഒരുപാട് ഭാഷകളിലേക്ക് അത് എത്തുകയാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഉസ്താദിന്റെ ആ പുസ്തകങ്ങൾ, ആ എഴുത്തുകളെ ക്രോഡീകരിച്ച് അതിനെവിടെയുള്ള പ്രൊഫസർമാർ ഇരുത്തി അവർക്ക് അവരുടെ മുന്നിൽ പ്രകാശനം ചെയ്ത് അവർക്കൊരു സമ്മാനമായി ആ ബുക്ക് കിട്ടുമ്പോൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വ്യത്യസ്തമായ ആംഗിളിൽ വെച്ച് വായിക്കാൻ അവർക്ക് സാധ്യമാവുകയാണ്. എഴുത്ത് വിഷയം മാത്രം ഞാൻ പറയുകയല്ല, അറബിയിലും ഉസ്താദിന് ഗ്രന്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെ ഐവ ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയുടെ കീഴിൽ ഇന്ത്യയിലുടനീളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ബീഹാറിലും വെസ്റ്റ് ബംഗാളിലുമായി അറിവും അന്നവും മന്യമായി പോയ ആ പ്രാഥമികമായ സൗകര്യങ്ങളോ പ്രാഥമികമായ വിദ്യാഭ്യാസമോ കിട്ടാതെ പോയ ഒരു പറ്റം സമൂഹത്തെ ചേർത്ത് പിടിക്കുകയാണ്. ദൈനംദിനം ദൂരെ ദിക്കുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. പുതിയ ആശയങ്ങളുമായി പുതിയ ജനറേഷനെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. അതിനിടയിൽ SSF ഇന്ത്യയിലൂടെ ഒരുപാട് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് അൽഹംദുലില്ലാ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സ്ഥാപന സാരഥി എന്നതിനപ്പുറം കേരള SYS സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ്. തിരക്കുകളേറെ ഉണ്ടായിട്ടും നമ്മെ പോലെയുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ പ്രതീക്ഷിച്ച് നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി 5-6 വർഷം ഉസ്താദിനെ ആഗ്രഹിച്ച് കിട്ടാതെ പോയ നാട്ടുകാരുണ്ടാവുമ്പോൾ എരുമാടുകാരായ അല്ലെങ്കിൽ കൊടക് ജില്ലക്കാരായ നമ്മുടെ വലിയൊരു ഭാഗ്യമാണ് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇവിടെയുള്ള സാന്നിധ്യം. ആ സാന്നിധ്യമാണ് ഇത്തരത്തിലുള്ള മഹാന്മാർ നമ്മിലേക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എത്തിച്ചേരുന്നുള്ളത്. അതുകൊണ്ട് വളരെ ഇഖ്ലാസോടുകൂടി ഈ പ്രഭാഷണത്തിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടണം, ദൈനംദിനം ജീവിതത്തിൽ നമുക്കത് പകർത്താൻ കഴിയണമെന്നുള്ള ആ ഉത്തമമായ ബോധ്യത്തിലൂടെ മാത്രം നമുക്ക് സഞ്ചരിക്കാൻ ഈ സദസ്സിലൂടെ സാധ്യമാവട്ടെ എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞുകൊണ്ട് ഒരനുഭവവും കൂടി പറയട്ടെ. ഇന്നലെ 2 ദിവസം മുമ്പ് ബാണയിൽ നിന്നപ്പോ ഒരാളവിടെ നിന്ന് പറഞ്ഞു, കഴിഞ്ഞ 30 വർഷമായി ഞാൻ പേരോട് ഉസ്താദിൽ നിന്നാണ് നിസ്കാരത്തിന്റെ മസലകൾ പഠിച്ചിട്ടുള്ളത്. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് സെറ്റ് ചെയ്തു തന്നത് ഉസ്താദിനെ പോലെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്നാണ്. ഒരുപാട് പ്രഭാഷണങ്ങൾ അൽഹംദുലില്ലാ ഇന്നലെയും മിഞ്ഞാന്നുമായി ഇവിടെ നടന്നു. അതൊക്കെയും നാം കൃത്യമായി കേൾക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് മാത്രം ഈ സദസ്സിനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഉണർത്തി ഉസ്താദിന്റെ സമയം കവരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമയത്തിൽ വലിയ ബറക്കത്ത് ചെയ്ത് ഒരുപാട് ദീനി ഖിദ്മത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ ഉസ്താദിന് അല്ലാഹു കരുത്തു പകരട്ടെ. ഉസ്താദിനെ സ്നേഹിക്കുന്ന, ഉസ്താദിന്റെ കൈകൾ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെയൊക്കെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതൊരു സ്വാഗതമായി താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഈ ഉറൂസിന് വേണ്ടി ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ വേദിയിൽ ഒരുപാട് സാദാത്യങ്ങളുണ്ട്, താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നേതാക്കളുണ്ട്. ഇവിടെ ഒരുപാട് നല്ല ഉസ്താദുമാർ, ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെയും സദസ്സിലും സ്റ്റേജിലുമൊക്കെയുണ്ട്.